നമസ്കാരം. ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 082/2018 ആണ്. ഞാനതിലെ ഓപ്ഷനൊന്നും വിവരിക്കുന്നില്ല, ആൻസർ മാത്രം പറഞ്ഞു പോകും. അത്യാവശ്യം വേണ്ടത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെല്ലാം സ്ഥിരം ക്വസ്റ്റ്യൻസാണ്. കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പരിചയപ്പെടും. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ സ്ഥിരം ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? ഈ ക്വസ്റ്റ്യനിൽ സെക്രട്ടറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ മലയാളി എന്നും കൂടിയുണ്ട് ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് VP മേനോനാണ്. വേറെ കൺഫ്യൂഷൻ വരില്ല. കൺഫ്യൂഷൻ വരികയാണ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു, പക്ഷെ മലയാളി ആരെന്നും കൂടിയുണ്ട് ക്വസ്റ്റ്യനിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? CV രാമൻ എന്ന് ഭൗതികശാസ്ത്രമാണ്. ഭൗതികശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാദൗത്യം വിജയിപ്പിച്ചത്. ചൊവ്വാദൗത്യം മംഗളയാൻ നമുക്കറിയാം. അത് പ്രഥമ ഉദ്യമത്തിൽ തന്നെ വിജയിപ്പിച്ചത് ഇന്ത്യയാണ്. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാദൗത്യം വിജയിപ്പിച്ചത് ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം. കൺകറൻറ്റ് ലിസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റേറ്റും യൂണിയനും, കേന്ദ്രവും സംസ്ഥാനം കൂടി ചേർന്നാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൽ, സംസ്ഥാന ഗവൺമെൻറ്റിൽ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം പറഞ്ഞാൽ ചൈനയുമായിട്ടാണ്. ചൈനയുമായിട്ടാണ് ഒപ്പിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം. സംഘടിതം എന്ന് പറഞ്ഞാൽ തന്നെ ആറ്റിങ്ങൽ കലാപമാണ്. ചിലപ്പോൾ ആദ്യ കലാപം എന്ന് ചെയ്യും, അപ്പോൾ ഉത്തരം മാറും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 അറിയാം. 1809 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഇല്ല. ഡേറ്റും കൂടി പഠിക്കാം. ജനുവരി 11. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. പുനഃസംഘടനാ കമ്മീഷൻ റീഓർഗനൈസേഷൻ 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദീനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകനാര്? ദീനബന്ധു പത്രം. ദീനബന്ധു നമുക്കറിയാം, CF ആൻഡ്രൂസ് പഠിക്കുന്നതാണ്. ദീനബന്ധു പത്രം എന്ന് ചോദിച്ചാൽ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. ദീനബന്ധു പത്രം സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര്? മലയാള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ. മലയാള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ അനിൽ വള്ളത്തോളാണ്. അനിൽ വള്ളത്തോൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? ഓക്കെ, ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ് ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
ലോക്പാലിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ്. ശരിയാണ്, ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ. അത് ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത് 2014 ജനുവരി 16 ഇന്ത്യയിൽ നിയമം നടപ്പിൽ വന്നു. 2014 ജനുവരി 16 ഇന്ത്യയിൽ നിയമം നടപ്പിൽ വന്നത്. ശരിയാണ്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണ്. കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണെന്നാണ് ചോദിച്ചത്. ഇപ്പോഴത്തെ ലോക്പാൽ പി സി ഘോഷ് അല്ലെ പിനാക്കി ചന്ദ്രഘോഷ്. ആൾ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വർക്ക് ചെയ്തിട്ട് സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതായിരുന്നു ഓപ്ഷൻ ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും റാഡ്ക്ലിഫ് ലൈനാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? നമുക്കറിയാം ഗ്രീൻവിച്ച് ടൈം പഠിക്കാനുണ്ട്. ലോകത്തെ എത്ര സമയമേഖലകളെന്ന് വെച്ചാൽ 24 സമയമേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാദേശികവാദമല്ലാത്തത് ലൂ, കരക്കാറ്റ്, ചിനുക്ക്, ഫൊന്ന്. ഇതെല്ലാം നമ്മൾ പ്രാദേശികവാദമായി പഠിക്കുന്നതാണ്. ഈ കരക്കാറ്റിനെ പ്രാദേശികവാദമായിട്ട് നമ്മൾ പറയാറില്ല. കരക്കാറ്റ്, കടൽക്കാറ്റ് അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമേത്? കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നത്. നീലയാണെങ്കിൽ സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ അങ്ങനെ വരും. പിന്നെ പച്ചയാണെങ്കിൽ വനങ്ങൾ, പുൽമേടുകൾ അങ്ങനെയൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം സ്ഥിരം ക്വസ്റ്റ്യനാണ്. ചെറുകിട വായ്പ നൽകലാണ് മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം. ചെറുകിട വായ്പ നൽകൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം കവിതാ രൂപമായിട്ട് പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം എന്ന് ചോദിച്ചാൽ കന്നഡയിലാണ്. വചന സാഹിത്യം ഏതിലാണ്? കന്നഡയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണോ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണോ എന്നാണ് കൺഫ്യൂഷൻ വരിക. ഇതിൻ്റെ ഉത്തരം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്നാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏത്? കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം കൂൺശിലകളാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏതെന്ന് ചോദിച്ചാൽ കൂൺശിലകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ അറബിക്കടലാണ്. ബേ ഓഫ് ബംഗാൾ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. വേറെ എല്ലാം മെഡിറ്ററേനിയൻ, മഞ്ഞക്കടൽ, കരിങ്കടൽ. അടുത്ത ക്വസ്റ്റ്യൻ, സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം ഏത്? വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരം അലിഗഡാണ്. നമുക്ക് കുറച്ചൊക്കെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഇതെല്ലാം പരിചയമുള്ളതാണ്.
അപ്പോൾ സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ളത് അലിഗഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആര്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി സൈമൺ ബൊളീവറാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി. ലെനിൻ റഷ്യൻ വിപ്ലവമായി ബന്ധപ്പെട്ടത്. റൂസോ ഫ്രഞ്ച് വിപ്ലവം. റൂസോ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ്. ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടതാണ്. ജോർജ് വാഷിങ്ടൺ, അമേരിക്ക. ഓക്കെ, ഇതിൻ്റെ ഉത്തരം സൈമൺ ബൊളീവറാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം ഏതെന്ന്? ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം. ത്രികക്ഷി സഖ്യമുണ്ട്, ത്രികക്ഷി സൗഹാർദ്ദ സഖ്യമുണ്ട്. അതിൽ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നതാണ് ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ വരുന്നവരാണ് ഫ്രാൻസ് വരും, ഇംഗ്ലണ്ട് വരും, റഷ്യ വരും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ. ഏതൊക്കെയാണ്? ഫ്രാൻസും ഇംഗ്ലണ്ട്, റഷ്യ. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ വരുന്നതാണ് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ. ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, പിന്നെ ഹംഗറി. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? അത് കറണ്ട് അഫെയർ പഠിക്കാം, ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യം. ഇത് കഴിഞ്ഞു പോയതായിരുന്നു അല്ലേ. ഇപ്പം ഇംഗ്ലണ്ടിലാണ് വേദിയായിരുന്ന രാജ്യം. ഓക്കെ, 28. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇതിൽ റോക്കറ്റ് മാൻ ആണെങ്കിലാണ് ശിവൻ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനി. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ, കൊച്ചിയിലാണെങ്കിൽ പാലിയത്തച്ഛനാണ്. പാലിയത്തച്ഛൻ. വെലുത്തമ്പി ദളവ നമുക്കറിയാം, പഴശ്ശിരാജ അറിയാം, കോട്ടയം രാജാവ് അറിയാം. വെലുത്തമ്പി ദളവ, കുണ്ടറ വിളംബരം, തിരുവനന്തപുരം, കൊല്ലം, ആൾഭാഗത്ത്. ഓക്കെ, പാലിയത്തച്ഛനാണ് കൊച്ചിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പഴശ്ശി സ്മാരകമാണ് ചോദിച്ചിരിക്കുന്നത്. പഴശ്ശി മ്യൂസിയം ഉണ്ട്, പഴശ്ശി ഡാമുണ്ട്. പഴശ്ശി സ്മാരകമാണെങ്കിൽ മാനന്തവാടിയാണ്. പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശി മ്യൂസിയം ആണെങ്കിൽ കോഴിക്കോടും, പഴശ്ശി ഡാം വളപട്ടണം. പഴശ്ശി ഡാം ആണെങ്കിൽ കണ്ണൂരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. കുടിയായ്മ നിയമം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. അത് SCRT ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ടാറ ഏത് രാജ്യക്കാരനാണെന്നാണ്? ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ അയർലാൻഡാണ്. അത് ശ്രദ്ധിക്കണം. ഏത് രാജ്യക്കാരൻ? അയർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര്? യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്
VT പട്ടതിരിപ്പാടാണ് 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇങ്ങനെ ഉദ്ബോധിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ക്വിറ്റ് ഇന്ത്യ സമര അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ എന്ന് പറയുമ്പോൾ തന്നെ KB മേനോനെ ഓർമ്മ വരണം. KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഭവനരഹിതർക്ക് ഭവനം ലൈഫാണ്. ഭവനരഹിതർക്ക് ഭവനം ലൈഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ആർദ്രം, ഹരിത കേരളം, നവകേരള മിഷൻ ഇതെല്ലാം പഠിക്കുന്നുണ്ട് വേറെ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2017 വെള്ളത്തോൾ പുരസ്കാരം നേടിയതാര്? 2017 പ്രഭാവർമ്മയാണ് 2017 വെള്ളത്തോൾ പുരസ്കാരം നേടിയത്. (2019) വെള്ളത്തോൾ പുരസ്കാരം പോൾ സക്രയ്ക്കാണ്. 2017 പ്രഭാവർമ്മ, 2019 പോൾ സക്രയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ. ഇലക്ഷൻ കമ്മീഷനാണെങ്കിൽ 324. 324. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിളുകൾ 370 എടുത്തു കളഞ്ഞു. സ്പെഷ്യൽ സ്റ്റാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ആദ്യ വിവരാവകാശ കമ്മീഷൻ. ആദ്യ വിവരാവകാശ കമ്മീഷനാണെങ്കിൽ പാലൗട്ട് മോഹൻദാസാണ്. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ വിൻസൻ എം പോളാണ്. ഇപ്പോഴത്തെ വിൻസൻ എം പോളാണ്. ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ പാലൗട്ട് മോഹൻദാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓഖി ചുഴലിക്കാറ്റാണ്. ഓഖി ചുഴലിക്കാറ്റിന് ഇന്ത്യൻ സേന നടത്തിയത് ഓപ്പറേഷൻ സിനർജിയാണ്. ഇതിൽ ഓപ്പറേഷൻ വിജയ് പഠിക്കേണ്ട. ഓപ്പറേഷൻ വിജയ് ഗോവയും കാർഗിൽ യുദ്ധത്തിനും ഗോവ വിമോചനത്തിനും. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1091 1098. ഇതാണ് കൺഫ്യൂഷൻ വരാം. അതിൽ 1091 എന്ന് പറയുന്നത് വുമണാണ്, 8 എന്ന് പറയുന്നത് ചൈൽഡ്. ഉത്തരം C ആണ്, 1098. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 12ാം തവണയും കിരീടം നേടിയ ജില്ല ഏത്? ഇത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആവശ്യമില്ല. അന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കോഴിക്കോടാണ്, 12ാം തവണയും. ഇപ്പോൾ ഇനി നടക്കാൻ പോണത് കൊല്ലത്തിലാണ്, 61ാമത്തെ. 60ാമത് നടന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. ചാമ്പ്യൻ പാലക്കാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ജപ്പാൻ്റെ കറൻസി യെൻ. യെന്നാണ് ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്നത്. യുവാൻ ചൈനയാണ്, യെൻ
ഇപ്പോൾ പറഞ്ഞ ജപ്പാൻ, യുവാൻ ചൈന എന്നാണ് ഇതിൻ്റെ ഉത്തരം. യുവാൻ ചൈന, ഡോളർ അമേരിക്ക, പിന്നെ പൗണ്ട് ഇംഗ്ലണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത്. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ വായിക്കാൻ. നാസിക്, ഹരിദ്വാർ, അലഹബാദ്, അഹമ്മദാബാദ്. ഇതിൽ കൺഫ്യൂഷൻ വരെ അലഹബാദാണോ അഹമ്മദാബാദാണോ. അലഹബാദ് ഉത്തർപ്രദേശും അഹമ്മദാബാദ് ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്തായിരിക്കും ഉത്തരം. അഹമ്മദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? ഏറ്റവും തെക്കേ അറ്റത്ത് സൗത്തിൽ, അത് ടൂറ്റിക്കോൺ, തൂത്തുക്കുടിയാണ് ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജലദിനം. ലോക ജലദിനം മാർച്ച് 22 നമുക്ക് കോഡൊക്കെ അറിയണമെങ്കിൽ. വനജല കാലക്ഷയം മാർച്ച് 21, വനം ജല മാർച്ച് 22. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഏപ്രിൽ 22 അറിയാം ഭൗമദിനം, ജൂൺ 5 പരിസ്ഥിതി ദിനം, പിന്നെ മെയ് 22. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് പിന്നെ മെയ് 22 ബയോഡൈവേഴ്സിറ്റി ഡേ കേട്ടോ. മെയ് 22 ബയോഡൈവേഴ്സിറ്റി. വേറെ എല്ലാം കിട്ടും. 22 ബയോഡൈവേഴ്സിറ്റി ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തി വർക്ക് ജൂൾ. ഹീറ്റിൻ്റെയും ജൂൾ തന്നെയാണ്, ഹീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസിറ്റിക് ആസിഡാണ്. ആദ്യമായി കണ്ടുപിടിച്ച ആസിഡ് അസിറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓർണിത്തോളജി. ഓർണിത്തോളജി പക്ഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഓർണിത്തോളജി. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പട്ടി വിഷബാധ ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ചോദിച്ചാൽ പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം തലച്ചോറാണ്. തലച്ചോറിനെയാണ് ബാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പന്നിയൂർ 1 താഴെ പറയുന്ന ഏതിനും സസ്യത്തിൻ്റെ സങ്കരയിനാണ്? കുരുമുളകാണ് പന്നിയൂർ 1. പന്നിയൂർ 1 കുരുമുളക്. അടുത്ത ക്വസ്റ്റ്യൻ, 2017 മികച്ച നടൻ. ഒന്ന് ഇന്ദ്രൻസ് ആയിരുന്നു. 2017 മികച്ച നടൻ ഇന്ദ്രൻസ് ആയിരുന്നു. ഒന്ന്. ഇന്ന് ഇപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 2019 ജയസൂര്യയും സൗബിനും പങ്കിടുകയും ചെയ്തു. നടി നിമിഷ സജയൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം. സൂര്യനോട് അടുത്ത് കിടക്കുന്നതാണെങ്കിൽ ബുധൻ, ഏറ്റവും ചെറിയ ഗ്രഹം. സൂര്യനോട് അടുത്ത് കിടക്കും. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ ബി ബെർബറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിറ്റാമിൻ ഡി റിക്കറ്റ്സ്. വിറ്റാമിൻ സി സ്കർവി. ഇതിൻ്റെ ഉത്തരം വിറ്റാമിൻ എ ആണ് നിശാന്തതയ്ക്ക് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിൻ്റെ 100ാം വാർഷികമാണ്? 2017. ഏത് വാർഷികത്തിൻ്റെ 100ാം വാർഷികമാണ്? 100ാം വാർഷികം നമുക്കതിന് വർഷം അറിഞ്ഞാൽ മതി. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. അപ്പോൾ 2017 ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ക്വിറ്റ് ഇന്ത്യ അറിയാതെ 42, ചൗരിചൗര 22, 1922. ഇപ്പോൾ സത്യാഗ്രഹം 30. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം നിലവിൽ
നിലവിൽ വന്നത് 1956 നവംബർ 1 എല്ലാവർക്കും അറിയുന്നതാണ്. ചിലർ നവംബർ 1 വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന് അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇങ്ങനെയാണ് ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാ ചോദിച്ചാൽ പി ശ്രീരാമകൃഷ്ണനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത്? ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ്. ചോദിക്കുമ്പോൾ ആദ്യം വന്നത് സമത്വ സമാജമാണ്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ ഇതെല്ലാം സഹോദര സംഘം, സഹോദരൻ അയ്യപ്പൻ, ജാതിനാശിനി സഭ അറിയാം, പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1966 ജനുവരി 10 ജനുവരി 10. പാകിസ്ഥാൻ പ്രസിഡന്റ് അന്ന് അയൂബ് ഖാനായിരുന്നു. അയൂബ് ഖാനുമായിട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. ഓക്കെ ഇതുവരെ മതി. ഞാൻ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല, വേഗം ഓടിച്ചു പോയതാണ്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ക്വസ്റ്റ്യനും കിട്ടും. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, അപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാം ഓരോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.